ഹലോ മീര. എന്താ? അല്ല, മീര ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നുണ്ടപ്പോൾ കമ്പനിയിലാന്ന് വിചാരിച്ചു. ഓഹോ, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അങ്ങനല്ല, എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാമല്ലോ, അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാമല്ലോ. സംശയം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്ന് ചോദിച്ചോളാം. അല്ല, അത് മതി. മുന്നത്തെ പോലെ അംബാനിക്ക് മെയിൽ അയച്ചൊരു അബദ്ധം പറ്റിയല്ലോ, അതാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഒരിക്കലും അബദ്ധം പറ്റിയെന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അയ്യോ, മീരനെ ഞാൻ കുറ്റപ്പെടുത്തിയല്ല. അതിനുശേഷം നമ്മളെ കമ്പനിക്ക് നല്ല മൈലേജ് ആണല്ലോ, അതുകൊണ്ട് എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. രാകേഷിന് പണിയൊന്നുമില്ലേ? ആ, പണിയുണ്ട്. എന്നാ അത് നടക്കട്ടെ, എനിക്കിവിടെ പണിയുണ്ട്. അത് ശരിയാ, പണി നടക്കട്ടെ, അതാണല്ലോ വേണ്ടത്. അതെ. അല്ല, മീര വാട്സപ്പിൽ മെസ്സേജ് ഒന്നും കാണാറില്ലേ? ഉണ്ടല്ലോ. എന്നിട്ട് എൻ്റെ മെസ്സേജിനൊന്നും റിപ്ലൈ കിട്ടിയില്ല. അത് പിന്നെ ഞാൻ ആവശ്യമുള്ള മെസ്സേജുകൾക്ക് മാത്രമേ റിപ്ലൈ കൊടുക്കാറുള്ളൂ. ഞാൻ മെസ്സേജ് ചെയ്തിരുന്നു, അതും കണ്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ആവശ്യമുള്ള മെസ്സേജിന് മാത്രമേ റിപ്ലൈ കൊടുക്കാറുള്ളൂ. ഓ, അങ്ങനെ. ശരി, പണി നടക്കട്ടെ. ഇവനിങ്ങനെ വിട്ടാൽ പറ്റില്ല. എന്തായിരുന്നു അവിടെ മീരയായിട്ട് ഒരൊറ്റയ്ക്കൊരു സംസാരം? എന്താ അങ്ങനെ സംസാരിക്കാൻ പാടില്ല നല്ല റൂൾ എന്താണല്ലോ? റൂളുണ്ട്. ഒഫീഷ്യൽ കാര്യങ്ങൾ അല്ലെങ്കിൽ മീരയുടെ ഒറ്റയ്ക്ക് പോരുന്നത് നമ്മൾ ഓൾറെഡി തീരുമാനിച്ച കാര്യമാണ്, മനസ്സിലായോ? ഞാൻ ഒഫീഷ്യൽ കാര്യം സംസാരിക്കാൻ പോയത്. ഓ, അതെന്താണോ അങ്ങേക്ക് മാത്രമുള്ള ഒരു ഒഫീഷ്യൽ കാര്യം? എന്താണ് നീ അവളോട്ട് സംസാരിച്ചത് ഞങ്ങൾക്ക് അറിഞ്ഞാൽ പറ്റും, പറയടാ. അത്രേ ഉള്ളൂ. എനിക്ക് അവളെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? അവളെ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. പക്ഷെ അവളെ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടിട്ട് എന്നെ ഇഷ്ടമാണെന്നൊരു സംശയം. അവളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ പറ്റി ഇയാളെ കണ്ടുപിടിച്ച് പറയാനായി കൈനോട്ടക്കാരന്. കൈനോട്ടക്കാരൻ കയ്യിൽ നോക്കി പറയൂ, മുഖം നോക്കി പറയില്ലല്ലോ. അപ്പൊ പിന്നെ മുഖം നോക്കി പറയുന്നവൻ എന്തോ പറയുന്നു? വായി നോക്കി. അത് നിന്റെ വീട്ടിൽ വിളിക്കുന്ന പേര്, മനസ്സിലായ? അതല്ല ഇവിടുത്തെ വിഷയം. അത് തന്നെ എനിക്ക് പറയാനുള്ളത്, അതല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾ എന്തിനാ ഞങ്ങൾ രണ്ടുപേരുടെ കാര്യത്തിൽ ഇടപെടുന്നത്? ഇപ്പൊ അങ്ങനെയൊക്കെ വേറെ ഈ പോക്ക് ഇപ്പൊ എങ്ങോട്ടാണെന്ന് പറ ആദ്യം. ഞാനൊന്ന് എടുക്കാൻ പോകുന്നു, എന്താ വരുന്നോ? എനിക്ക് താല്പര്യമില്ല, ഇവനെ കൊണ്ടൊക്കെ സഹായിക്കും. ഇവന്റെ മല മൂത്രം പഠിച്ചിരിക്കും ഞാനായിരിക്കും, എനിക്ക് വേറെ ജോലിയുണ്ട്, പോടാപ്പ. എവിടെ പറഞ്ഞു? അവന്റെ പോക്കത്ര ശരിയല്ല. ഏയ്, ഞാൻ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ചെരുപ്പിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലേ ഉള്ളൂ. എന്റെ ചോക്കരൊക്കെ ഉണ്ടേ. വാ, അവനെ എങ്ങനെ വിട്ടാൻ പറ്റൂല. ആ തെണ്ടി വീണ്ടും ഓളോറ്റ് ചുറ്റിപ്പറ്റി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, നമുക്കൂടി പോയി ഒന്ന് ഇറങ്ങിയാലോ? എന്നാ പിന്നെ നമ്മൾ അവന് തമ്മിൽ എന്തോടെ വ്യത്യാസം? നീ വ്യത്യസ്തനാകെ നിന്നോ, അവസാനം മണ്ണും ചാരി നിന്നോ പെണ്ണും കൊണ്ട് പോയി പറഞ്ഞാവും. അതിന് ഞാൻ ചാവണം. നീ ചത്താലും ശരി ജനിച്ചാലും ശരി. അളയാ, എന്തൊക്കെ സംഭവിച്ചാലും നീ എൻ്റെ കൂടെ ഉണ്ടാവണം. ഇവനെ നശിപ്പിക്കും ഞാൻ. അതെന്തിന്? എടാ, നീയല്ലേ പറഞ്ഞ മണ്ണും ചാരി നിന്നോ പെണ്ണും കൊണ്ട് പോകുന്നു? അതെ. ആ, അപ്പോൾ പിന്നെ നീ കൂടണല്ലടാ. എടാ, നാളെ ഈ രാകേഷിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും നീ ഇതേപോലെ എനിക്കിട്ടും പണി വയ്ക്കും, മനസ്സിലായോ? അത് അളിയൻ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്താൽ മതി. ഒരു ആചാരങ്ങളൊക്കെ ആകുമ്പോൾ അതങ്ങനെയൊക്കെ അല്ലേ? അതെ അതെ, നല്ല ആചാരങ്ങൾ. നീ ഒറ്റയ്ക്ക് അങ്ങ് പോയി ഉണ്ടാക്കിയാൽ മതി, എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാനും ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ആയി കാര്യങ്ങൾ. യെസ്, ഓഫ് കോഴ്സ്. എല്ലാവരും കണക്കില്ലടാ. മനസ്സിലല്ലേ പുള്ളേ. എൻ്റെ രാകേഷ് കുറച്ച് മര്യാദയൊക്കെ കാണിക്കും. ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ വന്നതല്ലേ. അതുകൊണ്ടല്ലേ നമ്മൾ ഇത്ര അടുത്ത്. എത്ര അടുത്തു രാകേഷ് ഈ പറയുന്നേ? വെറുതെ അനാവശ്യം വണ്ണുണ്ടല്ലോ. മീര ഇഷ്ടത്തിന് കണ്ണും മൂക്കൊന്നുമില്ലല്ലോ. ഇല്ല, പക്ഷെ തലച്ചോറുണ്ട്. ആ തലച്ചോറുള്ളതുകൊണ്ടാ പറയുന്നേ. രാകേഷിനെ പണി നോക്ക്, എനിക്കിത്ര പണിയുണ്ട്. മീര എന്നെ തിരിച്ചിഷ്ടപ്പെടാനൊന്നും പറഞ്ഞില്ലല്ലോ. അവന്മാരുടെ അടുത്ത് നിന്ന് എനിക്കൊരു ഇമ്പോർട്ടൻസ് തന്നാൽ പോരെ? ഞാൻ എന്തിനാണ് അങ്ങനെയൊക്കെ കാണിക്കണേ? അതൊരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതിൻ്റെ ഉത്തരം എൻ്റെ അടുത്തില്ല. അപ്പോൾ ഉത്തരമൊക്കെ കണ്ടുപിടിച്ചിട്ട് വാ. കഷ്ടമുണ്ട് കേട്ടോ മീര. രാകേഷ്, എനിക്ക് പണിയുണ്ട്. എന്നാ പിന്നെ നീ ഇവിടെ ഇരുന്ന് ജോലി ചെയ്തേ ബെസ്റ്റ് എംപ്ലോയി അവാർഡ് വാങ്ങല്ലോ, എന്നിട്ട് നീ കൊണ്ട് പുഴുങ്ങി തിന്ന്.
എന്തുവായിരുന്നു ഇവിടെ കുറെ സമയമല്ലേ രണ്ടും കൂടെ? അത് പിന്നെ ഈ പരസ്പരം ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ സംസാരിക്കുമ്പോൾ സമയം പോകുമെന്ന് അറിയില്ല. പരസ്പരം ഇഷ്ടപ്പെടുന്ന ആര്? സിലി ബോയ്സ്. ഒന്ന് മാറിക്കേ. ഞാൻ മുന്നേ പറഞ്ഞ പിൻവലിച്ച് അടിയന്തര ഘട്ടത്തിൽ നമുക്ക് ഒന്നിക്കാവുന്നതാണ്. ഇവനെ ഒതുക്കണം. നിനക്ക് താമസിച്ചെങ്കിലും ഒരു ബോധോദയം വന്നല്ലോ. കൊടുകൈ ബാക്കി പണി ചെയ്തു.